എൻ്റെ ചേച്ചി സുഖം തേടി പോയതല്ല. ചേച്ചി പോയത് മക്കളെയും കൊണ്ട് ഒരു ജീവിതം കിട്ടും. 8 വർഷമായിട്ട് ഭർത്താവില്ലാതെ ജീവിക്കുന്ന എൻ്റെ ചേച്ചിക്ക് അവൾക്ക് ഒരു ജീവിതം അവൻ വാഗ്ദാനം ചെയ്തപ്പോൾ അത് വിശ്വസിച്ച് പോയിന്നല്ലാതെ അവൻ്റെ കൂടെ സന്തോഷത്തിന് അവൾ മാത്രമായിട്ട് പോയതല്ല. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കാട്ടാക്കടയിൽ 37-കാരി മായാമുരളി റബ്ബർ തോട്ടത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കിടന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പേരൂർക്കടയിൽ മായാമുരളിയുടെ വീട്ടിലാണുള്ളത്. ഈ ഒരു സംഭവം കൊലപാതകമെന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. നമുക്കൊപ്പം ചേരുകയാണ് മായയുടെ അനിയത്തി മഞ്ജു ചേരുന്നു. മഞ്ജു, ഈ ഒരു വിഷയം ഇപ്പം നാടിനാകെ നടുക്കിയിരിക്കുന്നൊരു വിഷയമാണ്. ഇത് കൊലപാതകമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പാണ് കൊലപാതകമാണെന്ന്. ഇത് ഉറപ്പിക്കാനുള്ള റീസൺ, ആരാണ് ഈ കൊലപാതകം ചെയ്തത്? രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളാണ്. കാരണം പുള്ളിക്കാരത്തേക്ക് ഒരു ജീവിതം കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്താണ് ഞങ്ങളെ സന്തോഷ കുടുംബത്തിൽ നിന്ന് രഞ്ജിത്ത് മായയെ കൊണ്ടുപോയിരിക്കുന്നത്. ഈ കൊണ്ടുപോവാൻ നേരത്തും പോകുന്നതിന് മുന്നേയും മായയെ അടിച്ച സാക്ഷികളുണ്ട്. അച്ഛൻ്റെ ഒരു സുഹൃത്ത് കണ്ടതാണ്. ആ അടിച്ച പ്രകാരം അവളെ ഫോട്ടോസ് എടുത്ത് നോക്കിയറിയാം, ഇവിടെ 3-4 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ട് സ്റ്റിച്ചിട്ട്. അപ്പം ഞങ്ങളോട് പറഞ്ഞത് ബൈക്കിൽ നിന്ന് വീണെന്നാണ് പറഞ്ഞത്. അവൾ പറഞ്ഞിട്ടില്ല അവൻ അടിച്ചെന്നുള്ളത്. അപ്പം ഈ മായ അവനോടൊപ്പം പോയതിന് ശേഷമാണ് ഈ സുഹൃത്ത് വന്ന് അച്ഛനോട് പറഞ്ഞ് എന്തിനാ അവൻ്റെ കൂടെ വിട്ടത്. ഒരു ദിവസം നമ്മളെ വീടിൻ്റെ കുറച്ച് താഴെ ഭാഗത്ത് വെച്ച് അവൻ വെള്ളം ഒടിക്കുകയോ ചീട്ട് കളിക്കുകയോ എന്തോ ചെയ്ത് ഇതിനെ ചൊല്ലി മായ അത് തടയാൻ ശ്രമിച്ചതിനെ ചൊല്ലി വാക്ക് തർക്കം ഉണ്ടാവേ അവൻ കൈയോങ്ങി നെറ്റിയിൽ ഇടിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം പിന്നീടാണ് നമ്മളോട് അച്ഛനോട് വന്ന് സുഹൃത്ത് പറയുന്നത്. നമ്മളറിയാതെ മായ പോയതിന് ശേഷം. ഇപ്പോൾ മായയുടെ ആദ്യത്തെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഈ രഞ്ജിത്തുമായിട്ട് മായ കാട്ടാക്കടയിലെടുത്ത് താമസം തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് രഞ്ജിത്തുമായിട്ട് താമസം തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട്? കഴിഞ്ഞ ഓണത്തിന് ഓഗസ്റ്റ് മാസം 17-ാം തീയതിയാണ് പോകുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 മന്തേ ആയിട്ടുള്ളൂ പോയിട്ട്. അതിന് ശേഷമാണോ ഈ രഞ്ജിത്ത് മായനെ നിരന്തരം ഉപദ്രവിച്ച് വന്നത്? അതിന് മുന്നേ ഉപദ്രവിക്കുമായിരുന്നു. അതിന് സാക്ഷി മായയുടെ തന്നെ ഇളയ മകൾ സാക്ഷിയാണ്. അപ്പോൾ ഈ രഞ്ജിത്ത് താമസിക്കുന്ന ഇടത്തേക്ക് മായയുടെ ഇളയ കുട്ടിയെയും കൊണ്ട് മായ പോകാറുണ്ടെന്നും ഇതെല്ലാം മായ പോയതിന് ശേഷം സ്റ്റേഷനിൽ സംസാരിക്കാൻ നേരത്താണ് ഈ കുട്ടി നമ്മളോട് പറയുന്നത്. അതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അവിടെ വെച്ചിട്ട് പല പ്രാവശ്യമായിട്ട് ഇടിക്കുകയും ഒരു പ്രാവശ്യം അവൾ ബോധമില്ലാതെ വീഴുകയും അത് കണ്ട് രഞ്ജിത്ത് പേടിച്ചിട്ട് വെള്ളം ഒഴിച്ച് മുഖത്ത് തളിച്ച് ബോധം വരുത്തുകയൊക്കെ ചെയ്ത ഒരു കാര്യം ഈ കുട്ടി നമ്മളോട് പിന്നീടാണ് പറയണത്. സ്റ്റേഷനുടെ കുടുംബമായിട്ടൊക്കെ സഹകരണമൊക്കെ ഉണ്ട്? ഇല്ല, നമ്മളുമായിട്ട് സഹകരണം. രഞ്ജിത്തിൻ്റെ സ്ഥലം എവിടെയാണ്? ഇരപ്പുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുടപ്പനക്കുന്ന് കഴിഞ്ഞിട്ട് ഇരപ്പുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുള്ളിക്കാരെയും ചേച്ചിയുടെ പേരിലുള്ള ഓട്ടോറിക്ഷ ആണെങ്കിലും കൈകാര്യം ചെയ്യുന്നത് ക്യാഷ് വാങ്ങുന്നതൊക്കെ അച്ഛനാണ്. അപ്പോൾ അച്ഛനാണ് ഈ 3 ഓട്ടോ ഉണ്ട്. അതിൽ ഒരു ഓട്ടോ ഈ രഞ്ജിത്ത് ഓടാനായിട്ട് വന്നു. അപ്പോൾ കളക്ഷന് അച്ഛൻ്റെ ഡയറക്റ്റ് കൊടുത്തുകൊണ്ടിരുന്ന രഞ്ജിത്ത് പലപ്പോഴായിട്ട് വരാനുള്ള പ്രയാസം പറഞ്ഞിട്ട് GPay മുഖേന അയക്കാമെന്ന് പറഞ്ഞിട്ടാണ് മായയുടെ നമ്പർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പെണ്ണ് വിഷയത്തിൽ കുറച്ച് നല്ല വീക്ക്നെസ് ഉള്ള രഞ്ജിത്തിന് ഒരു പെണ്ണിൻ്റെ നമ്പർ കിട്ടുമ്പോൾ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് രഞ്ജിത്തിന് നന്നായിട്ട് അറിയാം. കാരണം എൻ്റെ ചേച്ചി എന്ന് പറയുന്ന രഞ്ജിത്തിൻ്റെ ആദ്യത്തെ വിക്ടംറ്റ് അല്ല, അവൻ്റെ രണ്ടാമത്തെയാണ്. അവൻ ഇതിനു മുന്നേ ഒരു പെണ്ണിനെ കൊണ്ടുപോയത് മാരേജ് കഴിഞ്ഞ് ഭർത്താവ് മരിച്ചതോ അതോ ഭർത്താവ് ഉപേക്ഷിച്ചതോ ആയിട്ടുള്ള ഒരാളെയാണ് കൊണ്ടുപോയതും. അതിൽ ആ പെൺകുട്ടിയെ ദേഹോപദ്രവം ചെയ്ത് പെൺകുട്ടി നിസ്സഹായ അവസ്ഥയിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്താണ് രക്ഷപ്പെട്ടു പോയത്. അപ്പോൾ അതിൽ കേസുകളൊന്നും നിലവിലുണ്ടോ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പാടില്ല. രഞ്ജിത്ത് തന്നെ പറയണം ഏതാണ് പെൺകുട്ടി എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇത് കണ്ടിട്ടെങ്കിലും ഇനിയൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്ന് ഓർത്തിട്ടെങ്കിലും ഓപ്പണായിട്ട് പറയാനുള്ളൊരു മനസ്സ് കാണിക്കണം. ഇതൊരു റിക്വസ്റ്റാണ്. കാരണം ഇതുപോലുള്ള ആണുങ്ങൾ നമ്മളെ സമൂഹത്ത് ഒത്തിരി ഉണ്ട്. അതിലൊരാളാണ് രഞ്ജിത്ത്. അതിൽ പെട്ടുപോയതാണ്. വിവാഹം കഴിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, അവൻ ലിവിങ് ടുഗദറാണ്. അവരെ ക്യാഷ് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് അവൻ്റെ മെയിൻ എയിം. കാരണം എൻ്റെ ചേച്ചിയുടെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപയും അവൾ പോണേക്കാളും മുമ്പ് അവളെ ദേഹത്ത് ഗോൾഡും അല്ലാതെ അവിടെ കുറച്ച് ഗോൾഡ് പണയത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പണയത്തിലുള്ള ഗോൾഡ് അവ എടുത്തു മറിച്ച് വിറ്റു എന്നുള്ളത് അറിയാൻ പാടില്ല. നമ്മൾ സ്ഥിരമായി വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അവർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ കാര്യം എന്താണെന്നുള്ളത് അറിയില്ല. ഈ ഓട്ടോറിക്ഷ ചേച്ചിയുടെ പേരിൽ എഴുതിയിട്ടുള്ളൂ എന്നുള്ള അമ്മയുടെ സമ്പാദ്യമാണ്.
അമ്മ നാട്ടിലില്ലാത്തതുകൊണ്ട് ചേച്ചിയുടെ പേരിൽ വാങ്ങി കൊടുത്തു. അപ്പോൾ അമ്മ ഇവൾ പോയപ്പോൾ തിരിച്ച് ഇവർ നശിപ്പിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് തിരിച്ച് ആ ഓട്ടോറിക്ഷ വാങ്ങിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ രഞ്ജിത്ത് അതിന് തരാൻ തയ്യാറല്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടിയ അസറ്റ് കളയാൻ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. അവന് പെണ്ണും പണവും വേണം, എന്നാലും അവന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ തരാൻ തയ്യാറാവാതിരുന്നിട്ട് അവനെ എതിർത്തിട്ട് ചേച്ചി ഒപ്പിട്ട് തന്നതിൻ്റെ പേരിൽ അന്നത്തെ ദിവസം അവൾ കുറേ അടി കൊണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി. പണത്തിന് വേണ്ടി തന്നെയാണ് ഉപദ്രവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പണം മാത്രമല്ല, അവന് ഈ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം ആ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന സമയത്ത് അവൻ എന്തും ചെയ്യും. ഇത് ഉപയോഗിച്ചിട്ട് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ട് മായ ഒറ്റയ്ക്ക് ജീവിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട, മായ എന്നെ വിട്ട് എന്നെ ഉപേക്ഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ മായയ്ക്ക് മരണം ഉറപ്പാണെന്ന് പല പ്രാവശ്യം എന്നോട് മാത്രമല്ല ആ അവസാന ദിവസം വഴക്ക് കൂടാൻ നേരത്തും കുട്ടികളെ മുമ്പ് വെച്ച് ഇളയ കുട്ടിയുടെയും മനോജേട്ടൻ്റെ അമ്മയുടെ മുമ്പ് വെച്ച് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇത് അവൻ ചെയ്യുമെന്ന് അവൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ മായ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാനാണ്? അതാ മാം, ഞങ്ങൾ ഈ 8 മാസത്തിന് ശേഷം സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തു. അപ്പോൾ എവൾ പോകാൻ നേരത്തെ കുട്ടികളെയും കൊണ്ടാണ് പോയത്. അപ്പം ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഇവ പെണ്ണ് വിഷയത്തിൽ വീക്ക്നെസ് ആയതുകൊണ്ട് ഈ കുട്ടികൾ സേഫ് അല്ല. ഒന്നാമത്തെ മൂത്ത കുട്ടി ഫുള്ളി ഓട്ടിസമാണ്. ആ കുട്ടിക്ക് പ്രതികരണം, നമ്മൾ ആഹാരം വായിൽ വെച്ച് കൊടുക്കണം, ബാത്റൂമിൽ നമ്മളാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവൾക്ക് വയ്യാണ്ട് കിടന്ന സമയത്ത് എവനാണ് ബാത്റൂമിൽ കൊണ്ടുപോയെന്ന് പറയുന്നു. നമുക്കവിടെ ഒരു സത്യം കൊണ്ടുപോയതിന് ശേഷം നമ്മൾ മനസ്സമാധാനത്തോടെ ഇരുന്നിട്ടില്ല ഇവനെ കുറിച്ച് അറിഞ്ഞിടത്തോളം. അപ്പോൾ ഈ ഇവളെ കൊണ്ടുപോയ സമയത്ത് ഇവൾ ഈ കുട്ടികളെയും കൊണ്ടുപോയപ്പോൾ നമ്മൾ പേരുക്കുട സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് പറഞ്ഞു, ആ കുട്ടികളെ നമുക്ക് വേണം, കാരണം കുട്ടികൾ സുരക്ഷിതമല്ല ഇവൻ്റെ കയ്യിൽ, ഇവൻ പെണ്ണ് വിഷയത്തിൽ വീക്ക്നെസ് ആണ് സാറേ എന്ന് പറഞ്ഞപ്പം മായയാണ് അമ്മ മരിച്ചിട്ടില്ല, അച്ഛൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മായയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയേ പറ്റൂ. അപ്പം മായ എൻ്റെ കൈ പിടിച്ചിട്ട് അവസാനമായിട്ട് പറഞ്ഞ നീതു, എൻ്റെ മോള, എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് നിന്ന് പിരിക്കല്ലേടി, അവരില്ലാതെ എനിക്കൊരു സന്തോഷമില്ല. അതായത് അവൾ മാത്രമായിട്ടുള്ളൊരു സുഖം തേടിയല്ല പോയത്. ചേട്ടൻ മരിച്ച് 8 വർഷം അവൾ വേറെ വിവാഹം കഴിക്കുകയോ വേറെ ഒരു ബന്ധത്തെക്കുറിച്ചോ ഒന്നും കേട്ടിട്ടില്ല. അവൻ കൊടുത്ത വാഗ്ദാനത്തിൽ ഒരു ജീവിതം കിട്ടുമെന്ന വിശ്വാസത്തിൻ്റെ പുറത്ത് ചേച്ചി പോയതാണ്. അവളെ സുഖം തേടി പോയതല്ല, ഒരു കുടുംബം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പോയതാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ശരി, ഇപ്പം രഞ്ജിത്ത് ഒളിവിലാണ് എന്നുള്ളതല്ലേ പറയുന്നത്? അതെ, ഇത് വേറൊരു കാര്യം, ഇവളെ നിരന്തരം അടിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ പോലും അവൾ ഇത് എല്ലാം കഴിഞ്ഞ് സഹിച്ച് ഒരു പാഠം പഠിച്ചിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് നമ്മളും അതിലിടപെടാൻ മാക്സിമം നോക്കിയില്ല. അപ്പോൾ പലപ്പോഴും നമ്മളെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് ചീത്ത പറയുമ്പോഴും നമ്മൾ അവൻ്റെ കാര്യത്തിൽ ഇടപെടാത്ത റീസൺ നമ്മൾ ചേച്ചി അവൻ്റെ കയ്യിലിരിക്കുവാണ്. ആ ദേഷ്യം അവളടുത്ത് തീർക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. വീടിൻ്റെ ചുറ്റുപാട് റബ്ബറല്ല, ഇവർ പോയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഫുള്ള് റബ്ബറും താഴോട്ട് വാഴ പോലത്തെ അങ്ങനത്തെ കുറച്ച്. അപ്പോൾ ഒന്ന് വിളിച്ചാലോ ഒന്ന് നോക്കാനോ ആരും ഇല്ലാത്തൊരു, ഇവൻ മനഃപൂർവ്വം അവളെ ഈ എന്തെങ്കിലും പറ്റിയാലും ആരും അറിയരുത്. അവൻ ഈ നിരന്തരം ചെയ്യുന്നുണ്ടല്ലോ, ആ ശബ്ദം ആരും കേൾക്കുകയോ ഇടപെടുകയോ ചെയ്യാതിരിക്കാനായിരിക്കണം ഈ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് എൻ്റെ ചേച്ചി അവിടെ പാർപ്പിച്ചത്. ആരും അറിഞ്ഞിട്ടുമില്ല, അവളെ ശബ്ദം ആരും കേട്ടിട്ടുമില്ല. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമാണ് ഇവൻ തന്നെയാണ്, ഇവനും അവൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടെന്ന് പറയുന്നു. ഇവർ 2 പേരും ചേർന്നിട്ട് തന്നെയാണ് എൻ്റെ ചേച്ചി ഉപദ്രവിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമാണ്. മായ ഡിഫൻസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണല്ലോ. ഇയാളെ എതിർക്കാനായി, ഇയാളുടെ ഈ കായികപരമായിട്ടുള്ള ഈ ഒരു ഉപദ്രവം വന്നപ്പോൾ അതിനെ എതിർക്കാനായിട്ടൊന്നും കഴിയാതെ വന്നിട്ടുണ്ടോ? അതങ്ങനെയാണ് വന്നിട്ടുണ്ടാവും. കാരണം അവൻ ചേച്ചിയെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ആ കോലം വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ ചേച്ചിയെ അപേക്ഷിച്ച് 10 ഇരട്ടി വലിപ്പമുണ്ട്. എന്നുവെച്ചാൽ ചേച്ചി നമ്മളിവിടെ ഉണ്ടായിരുന്നപ്പോൾ അത്യാവശ്യം വണ്ണവും പൊക്കവും ഒക്കെ ഉണ്ടായിരുന്നു, സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു ചെറിയ സന്തുഷ്ട കുടുംബമായിരുന്നു. പക്ഷേ ഇവിടുന്ന് പോയതിന് ശേഷം അവൾക്ക് ആഹാരമില്ല, നല്ലൊരു വസ്ത്രം. ഞാൻ ചോദിച്ചു അവളടുത്ത്, ഇന്നേ വരെ നിനക്ക് ഒരു തുണിയോ കുട്ടികൾക്കൊരു തുണിയോ അവന് വാങ്ങിത്തരാൻ കഴിവുണ്ടോ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ ഇല്ലാടി നീതു, പക്ഷെ അവൻ ഓക്കെ ആവും, എന്തെങ്കിലും ഞാൻ ഓക്കെ ആക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണ് അവൻ. അപ്പോൾ അവൾ ഫിസിക്കലി ഡൗൺ ആയിരിക്കും, കായിക ശേഷിക്ക് അവൻ്റെ കൂടെ മല്ലയുദ്ധം പിടിക്കാൻ പറ്റിയ ശേഷി എൻ്റെ ചേച്ചിക്ക് ആ സമയത്ത് ഉണ്ടാവില്ല. ഇവിടെ നിന്നപ്പോൾ ഒരു പക്ഷേ അവൻ്റെ കൂടെ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ കാണുന്ന എൻ്റെ ചേച്ചിയെ 2 ദിവസം മുന്നേ, മരിക്കുന്നതിന് 2 ദിവസം മുന്നേ ഞാൻ കാണുന്ന എൻ്റെ ചേച്ചിക്ക് ആ അവസ്ഥയിൽ അവൻ്റെ അടുത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് 2 ആണുങ്ങളാണ്. ഒരാണിൻ്റെ ബലം ആയിരിക്കില്ല 2 ആണുങ്ങൾക്ക്. പെണ്ണുങ്ങൾ എന്തായാലും ഫിസിക്കലി ഡൗൺ ആയിരിക്കും ആണുങ്ങളെ അപേക്ഷിച്ച്. അതിൻ്റെ കൂട്ടത്തിൽ 2 ആൺ ബലം എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് നിൽക്കാൻ ശേഷി ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാൻ വിശ്വസിച്ചിരുന്നത് എന്നെങ്കിലും അവൻ്റെ ഈ ഒരു നമ്മൾ തിരിച്ചറിഞ്ഞ ആ ഒരു സ്വഭാവം, പ്രണയം എന്ന് പറയുന്ന വലയിൽ നിന്ന് അവൾ മാറിയിട്ട്, അവൻ കൊടുത്തൊരു വലയുണ്ടല്ലോ സ്നേഹം, ആ വലയിൽ നിന്ന് മാറി ചിന്തിച്ച് എന്തെങ്കിലും അവൾ തിരിച്ച് നമ്മളെ കുടുംബത്തേക്ക് വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ
ഇപ്പം അതും കൂടെ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. നമ്മളെ സന്തോഷം പോയി, എല്ലാ സമാധാനവും എല്ലാം പോയി. പക്ഷേ ഇത് ചെയ്തവൻ ഇതുവരെയും കിട്ടിയിട്ടുമില്ല. എവിടെയായിരിക്കും ഒളിവിൽ പോയി? എന്തെങ്കിലും തരത്തിൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാമായിട്ടുണ്ട്? അവൻ അത്യാവശ്യം ഹോൾഡുണ്ട്. കാരണം അത് ഉള്ളത് കൊണ്ടാണ് അന്ന് ചേച്ചിയും കുട്ടികളെയും കാര്യത്തിന് നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുത്തപ്പം അവൻ അടിക്കുന്നു എന്നുള്ള കാര്യം ഈ കുട്ടി നേരിട്ട് SIയുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് പോലും അവനെതിരെ ഒരു ആക്ഷനും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. പേരുക്കുട പോലീസ് സ്റ്റേഷനിൽ അത് നേരിട്ട് മോള് പറയുവാണ് അടിച്ചു കണ്ടു എന്ന് കുട്ടി പറഞ്ഞിട്ട് പോലും അതിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. ഈ കുട്ടി ഇത് നമ്മളോട് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നീട് ആ കുട്ടി ആ ബുദ്ധിമുട്ട് ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവനിപ്പോൾ ഓൾറെഡി ഒരു മർഡർ ചെയ്തു. ഇനി അടുത്തതും ചെയ്യാനുള്ള ധൈര്യമാണ് അവൻ പിടിക്കപ്പെടാതിരിക്കുമ്പോൾ. അപ്പം ഞങ്ങളുടെ നേരെയോ ഇപ്പം ഞാൻ ഈ തരുന്ന എൻ്റെ നേരെയോ അല്ലെങ്കിൽ എൻ്റെ മക്കളായ ഈ 3 മക്കൾ എൻ്റെ ചേച്ചിയുടെ 2 മക്കളും എൻ്റെ മോളും അടക്കം ഈ 3 മക്കൾ അവൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ശരിക്കും പേടിയാണ്. അവൻ ഇത്രയും നേരം പിടിക്കാത്തത് കൊണ്ട്. പല ന്യൂസുകളിലും സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ എൻ്റെ ചേച്ചിയുടെ കാര്യത്തിൽ പല ന്യൂസുകളിലും വന്നത് മായ കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ പോയി എന്നും അജ്ഞാതനായ ഒരു ചെറുപ്പക്കാരൻ കൂടെ ഉണ്ടെന്നാണ്. അതല്ല എൻ്റെ യാഥാർത്ഥ്യം. എൻ്റെ മനോജേട്ടൻ മരിച്ചിട്ട് ഇപ്പോൾ 8 വർഷമായി. എൻ്റെ മനോജേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചിട്ട് 8 വർഷമായി. ഈ 8 വർഷത്തിൻ്റെ ഇടയിൽ അവൾ ഒരു ആളെ കൂടെ പോയിട്ടുമില്ല. അങ്ങനൊരു വാർത്ത ഇവിടെ ആരും കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അവൾക്ക് കൊടുത്തൊരു വാഗ്ദാനത്തിൻ്റെ പുറത്ത് അവൻ ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികളെയും കൊണ്ടാണ് അവൾ പോയത്. ഈ 2 കുട്ടികളെയും. അന്ന് ഈ കുട്ടികളെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പേരുക്കുട സ്റ്റേഷനിൽ ഒരു ഫൈറ്റ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഈ കുട്ടികളെ ഞങ്ങളെ കൂടെ വിട്, എൻ്റെ കൂടെ പോകുമ്പോൾ സുരക്ഷിതമല്ല എന്ന്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളെ എൻ്റെ അടുത്ത് നിന്ന് പിരിക്കരുതെന്നാണ് പറഞ്ഞത്. അവൾ ആ കുട്ടികളെ കൊണ്ട് പോകണമെന്ന് എന്നെ വാശി പിടിച്ച് നിന്നത്. പോയിട്ട് 2 മാസം കഴിഞ്ഞു. ആ കുട്ടികൾക്ക് നേരെ അവൻ തിരിയുമോ എന്നുള്ള പേടി കൊണ്ട്. മൂത്ത കുട്ടി ഓട്ടിസമാണ്. അവൻ എന്തെങ്കിലും മോശമായ രീതിയിൽ ഈ മൂത്ത കുട്ടിയുടെ അടുത്ത് പെരുമാറുമെന്നുള്ള ഞങ്ങളുടെ ഭയം കൊണ്ട് മനോജേട്ടൻ്റെ അമ്മയും അച്ഛനും ആ കുട്ടിയുടെ ചികിത്സ ആവശ്യമെന്ന് കള്ളം പറഞ്ഞ് കുട്ടികളെ മാത്രം രക്ഷപ്പെടുത്താനേ നമുക്ക് പറ്റിയിട്ടുള്ളൂ. അപ്പോഴും ആ കുട്ടികളെ വേണമെന്ന് പറഞ്ഞ് അവൾ അവസാന സമയത്തും ഹോസ്പിറ്റലിൽ വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കുട്ടികളെ നീ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടുപോ. നിൻ്റെ കൂടെ വിടണമെങ്കിൽ ഇതുപോലെ ആ രഞ്ജിത്തിന് ഈ കുഞ്ഞിനെ ചികിത്സിക്കണ പോലെ ചികിത്സിക്കാൻ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ, നമ്മളല്ല ചെയ്യുന്ന, മനോജേട്ടൻ്റെ വീട്ടുകാർ ചെയ്യുന്ന പോലെ ചികിത്സിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോക്കാം. അപ്പം കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞപ്പം അവൾ അവിടെ മറുത്ത് പറയാനൊന്നുമില്ല. അവൾ പറഞ്ഞു ഞാൻ വന്ന് കണ്ടോളാം. കാരണം അവന് ആ ഒരു തുണി വാങ്ങി കൊടുക്കാൻ അവൻ്റെ കയ്യിൽ കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഈ കുട്ടിയുടെ ഇത്രയും വലിയൊരു ചികിത്സ അവ അഫോർഡ് ചെയ്യാമെന്നാണ്. ഒരിക്കലും ഇല്ല. എൻ്റെ ചേച്ചി സുഖം തേടി പോയതല്ല. ചേച്ചി പോയത് മക്കളെയും കൊണ്ട് ഒരു ജീവിതം കിട്ടും. 8 വർഷമായിട്ട് ഭർത്താവില്ലാതെ ജീവിക്കുന്ന എൻ്റെ ചേച്ചിക്ക് അവൾക്ക് ഒരു ജീവിതം അവൻ വാഗ്ദാനം ചെയ്തപ്പോൾ അത് വിശ്വസിച്ച് പോയിന്നല്ലാതെ അവൻ്റെ കൂടെ സന്തോഷത്തിന് അവൾ മാത്രമായിട്ട് പോയതല്ല. ഉറപ്പായിട്ട് അല്ല ചേച്ചി.